ഡേറ്റ്സ് ആൻഡ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള പൊരിച്ച പത്തിരി ഉണ്ടല്ലോ, കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് പൊരിച്ച പത്തിരി. അപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കണേക്കാട്ടി നല്ല ടേസ്റ്റിൽ എങ്ങനെ പൊരിച്ച പത്തിരി ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാലോ. നമ്മുടെ പൊരിച്ച പത്തിരിയിലേക്ക് ആവശ്യമുള്ള അരപ്പ് നമുക്ക് ആദ്യം തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങയിലോട്ട് ഞാനൊരു 3-4 അല്ലി ചെറിയുള്ളിയും 1 പച്ചമുളകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഒരു അരക്കഷ്ണം മാത്രം എടുത്തു കൊടുത്താൽ മതി. അല്ല സാധാ മുളകാണെന്നുണ്ടെങ്കിൽ ഒരു മുളക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മുളക് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു ഇതിൽ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ലൂസായിട്ടൊന്ന് അരച്ചെടുക്കരുത് കേട്ടോ, ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഇതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ പൊടി വാട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഗ്യാസുമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നേരെ രീതിയിലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ടാട്ടത് തയ്യാറാക്കുന്നത്. നമുക്ക് റവ വെച്ചിട്ടും ഈ പൊരിച്ച പത്തിരി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെറ്റി വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെ മിക്സൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സാധാ നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടണതിനെക്കാട്ടും ഒന്നുകൂടെ ലൂസായിട്ടാട്ടോ ഇതിൻ്റെ പൊടി വാട്ടിയെടുക്കേണ്ടത്. അപ്പോൾ അതെന്താ കാരണം എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അതാ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂണ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ കുറച്ച് സമയം ഇട്ടിട്ട് ഒന്ന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടി ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. ഇതാ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മൈദ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആവും, പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ അരിപ്പൊടിയും മൈദയും കൂടി നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല ചൂടാവട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മൈദ ചേർക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ അരിപ്പൊടി വാട്ടുമ്പോൾ ലൂസാക്കിയിട്ട് വാട്ടിയെടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് കരിഞ്ജീരകം എള്ളും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായുണ്ട് കേട്ടോ രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കരിഞ്ജീരകം മാത്രം മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം അത് നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ ഒന്ന് നല്ല
ഇതിൽ ചാമ്പി എടുത്തിട്ട് ഒരു 6 ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 4 വലിയ സൈസ് ബോളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ പൊടിയൊക്കെ വിതറിയിട്ട് ഈ ബോളുകൾ ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. നമ്മൾ പ്രസ്സിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അത്രയ്ക്കൊരു പെർഫെക്ഷൻ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാവുമ്പോൾ ഒരേ ഒരു ലെവലിൽ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും ഗ്ലാസ്സോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ മൂടിയോ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരേ സൈസിൽ തന്നെ കിട്ടും. അപ്പോൾ നല്ല തിക്കും ആവണ്ട, നല്ല തിന്നും ആവണ്ട, അതിൻ്റെ ഒക്കെ ഒരു ഇടയിലുള്ള ഒരു ഇതിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. വളരെ എളുപ്പമാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ പത്തിരിയൊക്കെ പരത്തി ചുടുന്നേക്കാട്ടിയും ഈസിയിൽ നമുക്ക് ഈ പൊരിച്ച പത്തിരി തയ്യാറാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറണ്ട് ഒന്നും ആവശ്യമില്ല. നമുക്ക് വേറൊരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ മാത്രം ഇത് നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് പറ്റും. കട്ടൻ ചായ മാത്രം മതി. നല്ല ഏലക്കായൊക്കെ ഇട്ടിട്ട് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് പൊരിച്ച പത്തിരിയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഒരേ ഷേപ്പിൽ നമുക്ക് എല്ലാ പത്തിരിയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയൊരു കട്ടിയിലാട്ടോ നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കേണ്ടത്. കണ്ടില്ല, ഓവറായിട്ട് കട്ടിയില്ല, എന്നാൽ കട്ടിയില്ലാതെ ഇല്ല. നമ്മൾ കട്ട് ചെയ്ത പാടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം ഇതും കൂടി ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി മറ്റുള്ള ബോളുകളൊക്കെ ഞാൻ ഇതേ രീതിയിലൊന്ന് പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മുടെ പത്തിരിയൊക്കെ പരത്തിയിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പം ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ എത്ര എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതേ രീതിയിലൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും കുക്ക് ചെയ്യരുത് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇത് നല്ല രീതിയിൽ വേവാതെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും.
അപ്പോൾ അതാ കണ്ടില്ലേ, നല്ലൊരു ബോൾ രൂപത്തിലായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വറുത്ത് കോരാം. അതല്ല ഒന്നും കൂടി ഒന്ന് കളർ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇതിങ്ങനെ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു കളറ് വരുമ്പോഴാട്ടോ അതൊന്നും കൂടി കാണാനൊരു ഭംഗി. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ കളർ മാറിയപ്പോഴാണ് ഇത് എടുത്തിട്ടുള്ളത്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ പുതിയതായി തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.